വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് അവസാനമായിട്ട് ഒരു ചോദ്യം കൂടിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാക്കിയുള്ളത്, നമ്മുടെ 39ാമത്തെ ചോദ്യം. ഓക്കെ, 39th ക്വസ്റ്റ്യൻ ഇമെയിൽ റൈറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇമെയിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടി ഇവിടെ പൂർണ്ണമാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. Write an email addressed to Mr. Sushil Mishra, the Auditor General of the state coming to your company for audit. He wants information about your company's area of operation and business. You are PRO of your company, VCR Shoes Manufacturing Company, Chandigarh. Mr. Sushil's email ID, sushilm@gmail.com. Your email ID, vcrshoes@hotmail.com. അപ്പോൾ നമ്മളുടെ ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ട്. നമ്മളെന്താണ് VCR നമ്മളുടെ കമ്പനിയുടെ PRO ആണ്. നമ്മൾ VCR ഷൂസ് മാനുഫാക്ചറിങ് ചാണ്ടിഗറിലുള്ള ഒരു VCR ഷൂസ് മാനുഫാക്ചറിങ് കമ്പനിയുടെ PRO ആണ് നമ്മൾ. അപ്പോൾ ആ കമ്പനിയുടെ നമ്മളുടെ ഇമെയിൽ ഐ ഡി vcrshoes@hotmail.com ആണ് തന്നിട്ടുണ്ട്. നമ്മൾ ആർക്കാണ് ഇമെയിൽ അയക്കേണ്ടത്? അയാളുടെ മെയിൽ ഐ ഡിയും തന്നിട്ടുണ്ട്. സുശീലിനാണ് നമുക്ക്, അതായത് സുശീൽ മിശ്ര നമ്മളുടെ കമ്പനിയിലേക്ക്, ഈ നമ്മളുടെ ഷൂ മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് ഓഡിറ്റിന് വേണ്ടിയിട്ട് ഓഡിറ്റർ ജനറൽ ആയിട്ടുള്ള മിസ്റ്റർ സുശീൽ മിശ്ര വരുന്നുണ്ട്. ഓഡിറ്റർ ജനറൽ ഓഫ് ദ സ്റ്റേറ്റ് മിസ്റ്റർ സുശീൽ മിശ്ര നമ്മുടെ കമ്പനി വിസിറ്റ് ചെയ്യാണ് ഓഡിറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ സുശീൽ മിശ്രയ്ക്ക് നമ്മൾ ഇമെയിൽ അയക്കുകയാണ്. അപ്പോൾ സുശീലിൻ്റെ ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ട്, sushilm@gmail.com. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മളുടെ മെയിൽ ഐ ഡി എന്താ കൊടുക്കേണ്ടതെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ആർക്കാണ് മെയിൽ അയക്കുന്നത് ആ വ്യക്തിയുടെ ഇമെയിൽ ഐ ഡിയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെയിൽ ഐ ഡിയും വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സന്ദർഭത്തിനനുസരിച്ച് നമ്മളൊരു ഇമെയിൽ തയ്യാറാക്കുക. ഓക്കെ, അപ്പം അതായത് നമ്മളുടെ എന്ത് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇമെയിൽ എഴുതുന്നത്, ഇമെയിലിൻ്റെ വിഷയം എന്താണ്, അതായത് ആ സുശീൽ മിശ്ര അല്ലേ, ആ ഒരു കമ്പനിയിൽ ആ ഒരു ഓഡിറ്റർ ജനറലിന് എന്താ വേണ്ടത്, നമ്മളുടെ കമ്പനിയുടെ ആ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ അല്ലേ, നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ചൊക്കെ ഇൻഫോർമേഷൻ, വിവരം കൊടുക്കണം. ഓക്കെ, ആ സുശീൽ മിശ്രയ്ക്ക് എന്താ വേണ്ടത്, ആ ഓഡിറ്റർ ജനറൽക്ക് നമ്മളുടെ കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങൾ, നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ച്, അവിടുത്തെ കാര്യങ്ങൾ, നമ്മൾ എങ്ങനെ ആ ഒരു ബിസിനസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് വേണം. അപ്പോൾ ആ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇമെയിലാണ് നമ്മൾ അയക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ഇമെയിൽ. ഫ്രം അഡ്രസ്സ് ടു അല്ലേ, ഫ്രം എന്ന് പറഞ്ഞിട്ട് അതെ. അപ്പോൾ ഇമെയിൽ എഴുതുമ്പോൾ ഓക്കെ, ലെറ്റർ എഴുതുമ്പോൾ എന്താണ് വ്യത്യാസം? ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടു അഡ്രസ്സാണ് എഴുതുക. ആർക്കാണോ അയക്കേണ്ടത് അല്ലേ, അവരുടെ അഡ്രസ്സാണ് ആദ്യം നമ്മൾ എഴുതുക. പിന്നെ നമ്മൾ ഫ്രം അഡ്രസ്സ് രണ്ടാമതാണ് കൊടുക്കുക. പക്ഷേ ഇമെയിലിൽ ആദ്യം തന്നെ നമ്മൾ ഫ്രം ആണ് കൊടുക്കുക, പിന്നെയാണ് ടു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫ്രം vcrshoes@hotmail.com. ഓക്കെ, ഫ്രം എന്ന് പറഞ്ഞ ഫ്രം ഐ ഡി കൊടുത്തുന്നു, പിന്നെ ടു മെയിൽ ഐ ഡി, ആർക്കാണോ അയക്കുന്നത് അവരുടെ മെയിൽ ഐ ഡി. ഓക്കെ, അപ്പോൾ ടു എന്ന് പറഞ്ഞിട്ട് ആ മെയിൽ ഐ ഡി അയക്കുന്നു, sushilm@gmail.com. ഓക്കെ, ഫ്രം ടു, പിന്നെ സബ്ജക്റ്റ് എന്താണ്, ഇൻഫർമേഷൻ റിഗാർഡിംഗ് VCR ഷൂസ് മാനുഫാക്ചറിങ് കമ്പനി, VCR ഷൂസ് മാനുഫാക്ചറിങ് കമ്പനീനെ കുറിച്ചുള്ള വിവരം, അതാണ് വിഷയം. ഓക്കെ, ഡിയർ മിസ്റ്റർ സുശീൽ മിശ്ര, I hope this email finds you well. We are honored to learn that you will be visiting our company VCR Shoes Manufacturing Company for an audit. അപ്പോൾ ഞങ്ങളുടെ കമ്പനി ആയിട്ടുള്ള VCR ഷൂസ് മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് താങ്കൾ വിസിറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. അപ്പോൾ ഓഡിറ്റിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കമ്പനിയിലേക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ ആസ് ദ പബ്ലിക് റിലേഷൻ ഓഫീസർ PRO, അപ്പോൾ ഞാൻ നമ്മൾ കമ്പനിയുടെ PRO ആണ്, പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അപ്പോൾ ഈ കമ്പനിയുടെ PRO എന്ന നിലയ്ക്ക് I am pleased to provide you with the information you have requested regarding our company's area of operation and business. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ ആ ഒരു പ്രവർത്തനവും ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം, റിക്വസ്റ്റ് ചെയ്ത പ്രകാരം അതെനിക്ക് താങ്കൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഞാൻ നിർബന്ധിതനാണ്, ബാധ്യസ്ഥനാണ്. സോ അതിന് ബേസ് ചെയ്തിട്ടാണ്, അപ്പോൾ അതിനാണ് ഞാൻ ഈ മെയിൽ അയക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇൻട്രോ രീതിയിൽ നമ്മൾ ഫസ്റ്റ് മെയിലിൻ്റെ തുടക്കത്തിൽ കൊടുക്കുന്നു. പിന്നെ പറയണം അടുത്ത പാരഗ്രാഫിലായിട്ട്, VCR ഷൂസ് മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ലീഡിംഗ് മാനുഫാക്ചറർ ഓഫ് ഹൈ ക്വാളിറ്റി ഫുട്വെയർ ഇൻ ചാണ്ടിഗർ. ചാണ്ടിഗറിലുള്ള ഏറ്റവും ഹൈ ക്വാളിറ്റി ഫുട്വെയറിൻ്റെ ഒരു മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെ, ഹൈ ക്വാളിറ്റി ഫുട്വെയർസ് കൊടുക്കുന്ന ഒരു ലീഡിംഗ് മാനുഫാക്ചറിങ് കമ്പനിയാണ് ഈ VCR
ഷൂസ് മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ കമ്പനി 2005 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. ആൻഡ് സിൻസ് ദെൻ വി ഹാവ് ബീൻ കാറ്ററിംഗ് ടു ദ ഫുട്വെയർ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് അക്രോസ് ദി കൺട്രി. അപ്പോൾ ഈ ഒരു രാജ്യത്താകമാനം കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ ഇഷ്ടത്തിന് ആഗ്രഹത്തിനൊത്ത രീതിയിൽ നല്ല ഫുട്വെയർസ്, നല്ല ഹൈ ക്വാളിറ്റി ഫുട്വെയർസ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇൻക്ലൂഡ്സ്. ഇനി ഞങ്ങളുടെ ഓപ്പറേഷൻ ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയാണ്. ഡിസൈനിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഫുട്വെയർ ഫോർ മെൻ, വിമൺ ആൻഡ് ചിൽഡ്രൻ. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്താണ് ആ ഒരു ഫുട്വെയർ ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നു. സപ്ലൈയിങ് ഫുട്വെയർ ടു റീറ്റെയിലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അക്രോസ് ഇന്ത്യ. ഇന്ത്യയിലുടനീളമുള്ള റീറ്റെയിലേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ ഫുട്വെയർ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടിംഗ് ഫുട്വെയർ ടു കൺട്രീസ് ഇൻ യൂറോപ്പ്, ഏഷ്യ ആൻഡ് മിഡിൽ ഈസ്റ്റ്. യൂറോപ്പ്, ഏഷ്യ, അതുപോലെ മിഡിൽ ഈസ്റ്റ് ഇവിടേക്കുള്ള രാജ്യങ്ങളിലേക്ക്, ഇവിടുത്തെയൊക്കെ രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ ഫുട്വെയർ എന്ത് ചെയ്യുന്നുണ്ട്, യൂറോപ്യൻ കൺട്രീസിലേക്കും ഏഷ്യൻ കൺട്രീസിലേക്കും അതുപോലെ മിഡിൽ ഈസ്റ്റിലുള്ള കൺട്രീസിലേക്കൊക്കെ ഞങ്ങൾ ഫുട്വെയർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ബിസിനസ് ഓപ്പറേഷൻസ് ആർ ഡിവൈഡഡ് ഇൻ ടു 3 മെയിൻ ഡിപ്പാർട്ട്മെന്റ്സിന്. ഞങ്ങളുടെ ബിസിനസ് ഓപ്പറേഷൻ 3 മെയിൻ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ് അവിടെ എന്താണ് നടക്കുന്നത്? ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിസൈനിങ്, പ്രൊഡ്യൂസിങ് ആൻഡ് ക്വാളിറ്റി ചെക്കിംഗ് അവർ ഫുട്വെയർ പ്രോഡക്ട്സ്. ഞങ്ങളുടെ ഫുട്വെയർ പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്യുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതൊക്കെ ഈ ഒരു മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു സെയിൽസ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ട്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അത് മാനേജ് ചെയ്യുന്നത് ഇവിടുത്തെ ഈ ഒരു ഞങ്ങളുടെ കമ്പനിയുടെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത് എന്താണ്? ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഓഫ് അവർ കമ്പനി. ഞങ്ങളുടെ കമ്പനിയുടെ ഓഡിറ്റിംഗ്, അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലേ, ക്യാഷ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. We have attached a copy of our company profile which includes more detailed information about our business operations, products and services. അപ്പോൾ ഞങ്ങളുടെ ബിസിനസ് ഓപ്പറേഷൻസിനെ കുറിച്ചും ബിസിനസ് പ്രൊഡക്ട്സിനെ കുറിച്ചും ബിസിനസ് സർവീസുകളെ കുറിച്ചൊക്കെയുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അടങ്ങുന്ന ഒരു ഞങ്ങളുടെ കമ്പനി പ്രൊഫൈലിൻ്റെ ഒരു കോപ്പി ഞങ്ങൾ ഈ ഇമെയിലിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. We look forward to your visit and are happy to provide any additional information you may require. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് സർ ഈ ഒരു ഓഫീസിലേക്ക് ഞങ്ങളുടെ കമ്പനിയിലേക്ക് വിസിറ്റ് ചെയ്യുന്നത് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആൻഡ് ഹാപ്പി ടു പ്രൊവൈഡ് എനി അഡീഷണൽ ഇൻഫർമേഷൻ യു മേ റിക്വയർ. അപ്പോൾ ഇതൊന്നും കൂടാതെ ഇനി എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഓക്കെ, പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ ഇഫ് യു നീഡ് എനിത്തിങ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ മടിക്കണ്ട. താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് വി അവൈറ്റ് യുവർ റെസ്പോൺസ്. അപ്പോൾ നിങ്ങളുടെ സമയത്തിന് നന്ദി. ആൻഡ് വി അവൈറ്റ്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് താങ്കളുടെ സാറിൻ്റെ റെസ്പോൺസ് മറുപടിക്കായിട്ട് കാത്തിരിക്കുന്നു. ബെസ്റ്റ് റിഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പേര്, പബ്ലിക് റിലേഷൻ ഓഫീസർ, VCR ഷൂസ് മാനുഫാക്ചറിങ് കമ്പനി, VCRshoes@hotmail.com. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഇമെയിൽ എഴുതേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മെയിലിൽ നമ്മൾ ഫ്രം ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മെയിൽ ID കൊടുക്കുന്നു. സബ്ജക്റ്റ്, വിഷയം എന്താണെന്നുള്ളത് പറയുന്നു. ഡിയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ പേര് കൊടുത്ത് അല്ലേ, ഡിയർ സുശീൽ മിശ്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ മെയിൽ ചെയ്യുന്നത് അല്ലേ, അതൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രോ രീതിയിൽ പറഞ്ഞിട്ട് എന്താണ് നമ്മൾ ആ ഒരു കമ്പനിയുടെ കാര്യങ്ങൾ അല്ലേ, ഇങ്ങനെയൊക്കെയാണ്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കമ്പനിയിൽ ഉൾപ്പെടുന്നത്. നമ്മളുടെ കമ്പനി അല്ലേ അത്രയും ഹൈ ക്വാളിറ്റി ഫുട്വെയർസ് ആണ് ഈ ഒരു ചാണ്ടിഗറിലുള്ള ഏറ്റവും അല്ലെ ഇവിടുത്തെ ഏറ്റവും ലീഡിങ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇന്ന വർഷത്തിൽ അല്ലെ 2005 മുതൽ ഉള്ള കമ്പനിയാണ് അല്ലെ. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ രാജ്യത്തുടനീളം അല്ലെ രാജ്യത്താകമാനം ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങൾ ഈ ബിസിനസ് നടത്തുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഓപ്പറേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഞങ്ങളുടെ കമ്പനിയിലുള്ളത്, അവരെന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി കൂടുതൽ വിവരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഞങ്ങളെ കമ്പനി പ്രൊഫൈലിൻ്റെ ഒരു കോപ്പി ഞങ്ങൾ ഈ മെയിലിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് റിപ്ലൈ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വരുമെന്ന്, ഞങ്ങളെ കമ്പനി വിസിറ്റ് ചെയ്യാൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതിൻ്റെ പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടാണ്, ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ ഈ ഒരു മെയിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പം എന്നിട്ട് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളിങ്ങനെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, സോ നമ്മളുടെ ഇമെയിൽ റൈറ്റിങ്ങും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ 39 ക്വസ്റ്റ്യൻസ്, അപ്പോൾ നമ്മൾ ഈ ഒരു +2 നമ്മളുടെ ഇംഗ്ലീഷിൻ്റെ ആ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു എവരിവൺ.